ആശാവർക്കർമാരുടെ അതിജീവന സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ച ആശമാർ വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം ആരംഭിക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മരണം വരെ സമരമെന്നും ആശമാർ വ്യക്തമാക്കി. അതേസമയം സമരക്കാരുടെ പോലീസ് ക്രൂരത സമരക്കാരെ ശുചിമുറിയിൽ പോകാൻ വിടാതെ വഴിതടഞ്ഞു. വിവരങ്ങളുമായി ടിൻഡു ദാസും എസ് ശാലിനിയും ചേരുന്നു. ആദ്യം ടിൻഡുവിലേക്കാണ്. ടിൻഡു, ആശാവർക്കർമാരുടെ അതിജീവന സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആശമാർ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരമാണ് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 20-ാം തീയതി മുതൽ 3 പേര് വീതം തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരമിരിക്കുമെന്നാണ് പ്രഖ്യാപനം. അതിനിടയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആശാവർക്കർമാരിന് സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് റോഡും ഉപരോധിച്ചുകൊണ്ടുള്ള സമര പ്രഖ്യാപനമാണ് നടത്തിയത്. അത് ഇന്നത്തെ സമരം പൂർണ്ണമായി വിജയിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയാനുള്ളത്. കാരണം ഏതാണ്ട് സമരം തുടങ്ങി മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും സംസ്ഥാന സർക്കാർ ഇവര് ആശാവർക്കർമാർ ഉന്നയിച്ച പ്രധാന ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഓണററി ലഭിക്കുന്നതിന് മാനദണ്ഡങ്ങൾ വേണമെന്ന ആവശ്യം എടുത്തു മാറ്റുകയായിരുന്നു. 10 മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ 7000 രൂപ ഓണററി ലഭിക്കുകയുള്ളൂ എന്നായിരുന്നു ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും നേരത്തെ അറിയിച്ചിരുന്നത്. ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിനിടയിൽ ആശാവർക്കർമാരുടെ സമരം നമുക്കറിയാം. ഈ സെക്രട്ടേറിയറ്റിന്റെ റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ടുള്ള 2000 ആശാവർക്കർമാർ പങ്കെടുത്ത ഒരു ബൃഹത് സമരമാണ്. ഈ സമരത്തിലെത്തിയ ആശാവർക്കർമാർക്ക് ശുചിമുറിയിൽ പോകാനുള്ള സൗകര്യം പോലീസുകാർ നിഷേധിച്ചു എന്നാണ് നമ്മളോട് അവർ പരാതിയായിട്ട് പറഞ്ഞത്. കാരണം സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റ്, അതായത് നോർത്ത് ഗേറ്റിന് സമീപമുള്ള കൺട്രോൾമെന്റ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഗേറ്റ് വഴിയാണ് എല്ലാ ദിവസവും ആശാവർക്കർമാർ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നത്. പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ നിഷേധിച്ചു. അതായത് ഈ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകരുത് എന്ന് പോലീസ് അറിയിച്ചു. കാരണം അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഉത്തരവാണ്. കാരണം ഈ ആശാവർക്കർമാരെ ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് കയറ്റി അയക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ആശാവർക്കർമാർക്ക് ഈ സൗത്ത് ഗേറ്റ് വഴി നോർത്ത് ഗേറ്റ് വഴി സെക്രട്ടേറിയറ്റിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള ശുചിമുറികൾ ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ നിഷേധിച്ചിട്ടുള്ളത്. അതാണ് അവർ നമ്മളോട് പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 2000-ഓളം ആശാവർക്കർമാർ തലസ്ഥാനത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 2000-ഓളം ആശാവർക്കർമാരാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ടും ഇവർക്ക് നേടേണ്ട ആവശ്യം എന്ന് പറയുന്നത് 7000 രൂപയുടെ ഓണറേറിയം 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിരമിക്കൽ പെൻഷൻ തുക 5 ലക്ഷം രൂപയായിട്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. സമരത്തിൽ നിന്ന് പിന്നോട്ടായിരുന്നില്ല. ഈ 2 ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടാകുകയുള്ളൂ. ഈ മാസം 20-ാം തീയതി മുതൽ സമരത്തിന്റെ 3-ാം ഘട്ടമാണ്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് അനിശ്ചിതകാല നിരാഹാര സമരമാണ്. അനിശ്ചിതകാല നിരാഹാര സമരം എന്ന കടുത്ത സമരമാർഗത്തിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇവർ എം ജി റോഡ് തടഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഡയറി ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനം പോകാനായിട്ട് വഴി ഒരുക്കുന്ന സമയത്ത് ആശാവർക്കർമാർ തടഞ്ഞു. കാരണം അവർ പറയുന്ന കാരണം ഇങ്ങനെയാണ്: മഴ നനഞ്ഞ് സമരം ചെയ്ത സമയത്ത് ഞങ്ങൾ ടാർപോളിൻ കെട്ടിക്കൊണ്ട് മഴ നനയുന്നത് തടയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ടാർപോളിൻ കെട്ടിയത് പോലീസ് അഴിപ്പിച്ച ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ വെയിൽ കൊണ്ട് ഇത്രയും നേരം സമരം ചെയ്തിട്ടും സർക്കാർ വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു. ഈ സൗകര്യം ഒരുക്കി കൊടുത്തതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കുകയാണ്. ഇതുവഴി സർക്കാരിന്റെ ഒരു വാഹനവും പോകാൻ അനുവദിക്കില്ല. കാരണം മഴ നനഞ്ഞ് സമരം ചെയ്തവരുടെ രക്ഷയ്ക്ക് അതായത് മഴയത്തും വെയിലത്തും നമ്മൾ രാവിലെ ആശമാരുടെ പ്രതികരണം തേടിയപ്പോൾ അവർ പറഞ്ഞതാണ്, നടു റോഡിൽ പൊരി വെയിലത്ത് കിടന്നുകൊണ്ട് അവർ പറഞ്ഞതാണ്, ഞങ്ങൾ മഴയെയും വെയിലിനെയും നേരിട്ടുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം വരെ ഞങ്ങൾ ഈ സമരം തുടരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെയാണ് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അങ്ങനെയൊക്കെ സർക്കാർ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചത്. നേരത്തെ ടിൻഡു പറഞ്ഞതുപോലെ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഉള്ള സൗകര്യം പോലും അതിനുപോലും പോലീസ് തടയുന്നു. ഈ ടിൻഡു കുറച്ച് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മഴ പെയ്യുന്ന സമയത്ത് അവർ പെരുമഴയത്ത് നിൽക്കട്ടെ എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ അവരുടെ ടാർപോളിൻ ഷീറ്റ് അടക്കം അവിടുന്ന് അഴിച്ചു മാറ്റുന്ന കാഴ്ച. അതായത് ഇവരെ എങ്ങനെയും ദ്രോഹിക്കുക എന്നൊരു ഇതുകൂടി സർക്കാരിനും പോലീസിനും ഇല്ലേ?
തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ ഏതാണ്ട് സമരം തുടങ്ങി 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഉപരോധ സമരം തുടങ്ങി കൊടും വെയിലത്താണ് ഇവർ സമരം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തളർന്ന് റോഡിൽ കിടന്നും അതോടൊപ്പം തന്നെ ഇരുന്നുമൊക്കെയാണ്. നമുക്കറിയാം 40-50 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഈ കൊടും ചൂടത്തിരുന്നതിന് ശേഷം നിർജ്ജലീകരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ശുചിമുറി ഉപയോഗിക്കാനായിട്ട് സെക്രട്ടേറിയറ്റ് സമരം ഗേറ്റ് വഴി പുറത്തേക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൻ്റെ ആ സൈഡിലുള്ള വഴി അകത്തേക്ക് പോകുമ്പോഴാണ് ഇവർക്ക് സഞ്ചാര സ്വാഗതം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം വരെ നിഷേധിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവർക്ക് എതിർപ്പ് എന്ന് പറയുന്നത്. കാരണം അവർ മഴയത്ത് നനയാതിരിക്കാനായി കെട്ടിയ ടാർപോളിൻ അടുപ്പിച്ചോ ഇപ്പോൾ ഇവർ ശുചിമുറിയിൽ പോകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ആശാ വർക്കർമാരോട് സ്വീകരിച്ചിട്ടുള്ള ഒരു നയം എന്ന് പറയുന്നത് ഒരു ദുഷ്ട നയം തന്നെയാണ്. ആ നയത്തിനെതിരെയും കൂടിയാണ് ഒരു പക്ഷേ ഇത്രയും സ്ത്രീജനങ്ങൾ ഇവിടെ സമരം ചെയ്ത് ഏതാണ്ട് 2000-ഓളം സ്ത്രീജനങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരവുമായി എത്തിയിട്ടുണ്ട്. ഈ സമരം സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ആവശ്യങ്ങൾ നേടിക്കിട്ടുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഈ മാസം 12-ാം തീയതിയാണ് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതെങ്കിലും ഇന്നാണ് ഇവരുടെ കയ്യിലേക്ക് ആ ഉത്തരവ് കിട്ടുന്നത്. അപ്പോൾ സർക്കാർ അത് മനഃപൂർവ്വം പൂഴ്ത്തി വെച്ചു എന്നുകൊണ്ട് മനസ്സിലാക്കാൻ. സർക്കാർ ഈ സമരം കൊണ്ട് പ്രതിസന്ധിയിലായിട്ടുണ്ട്. CITUവിൻ്റെ നേതാക്കന്മാർ ആശാവർക്കർമാരെ വീട്ടിൽ പോയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളോട് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ പരിശീലനത്തിൽ പോയ ആശാവർക്കർമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. 9:30 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ് അവർ 9:30 മണിക്ക് തന്നെ എത്തിയിരുന്നു. 9:30 മണി മുതൽ കറക്റ്റ് അറ്റൻഡൻസ് ഹാജർ രേഖപ്പെടുത്തി തുടങ്ങി. 10 മണിയായപ്പോഴേക്കും ഈ പരിശീലനം എന്ന് പറയുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ കൊണ്ടുപോകുന്ന ഫോമിന് പകരം അത് മൊബൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. കാരണം മൊബൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇത് വാട്സപ്പിലൂടെ അറിയിക്കുന്ന റിവ്യൂ മീറ്റിൽ അറിയിക്കേണ്ട കാര്യമാണ്. സമരം പൊളിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഒരു ട്രെയിനിങ് എന്ന വ്യാജേന 2 ഘട്ടങ്ങളായിട്ട് 9:30 മണി മുതൽ 10:30 വരെയും 10:30 മുതൽ 1:30 വരെയും വെച്ചിട്ടുള്ളത്. ഇത് സമരത്തെ തകർക്കാനായിട്ടുള്ള സർക്കാരിന്റെ നീക്കമെന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സർക്കാർ എല്ലാ തരത്തിലും ആശാ വർക്കർമാരുടെ സമരത്തെ ഇല്ലാതാക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുകയാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. നിഖിൽ. ശരി ടിൻഡു, ഇപ്പോൾ ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം കഴിഞ്ഞ 34 ദിവസങ്ങളായി ഈ ഒരു സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം കിടക്കുന്ന ഈ ഒരു ആശാ വർക്കർമാർ, അവരെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർ സമരം അടുത്ത ഘട്ടത്തിലേക്ക് നീക്കുന്നു. ഇനി നിരാഹാരം എന്ന സമരമാണ്. അത് അവർ പറയുന്നത് മരണം വരെ നിരാഹാരം ഇരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നിരാഹാര സമരം ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വെയിലത്തും മഴയിലും തകരാത്ത സ്ത്രീശക്തി, അത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ MG റോഡിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. നിഖിൽ സൂചിപ്പിച്ചത് 34 ദിവസമാണ്. പക്ഷേ 36-ാം ദിവസമാണ് ഇന്ന് ഈ സമരത്തിന്റെ. 36-ാം ദിവസത്തിലേക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ സ്ത്രീ ശക്തി സമരം നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. ഇവരുടെ സമരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽ തന്നെ സർക്കാരിന്റെ തലത്തിൽ നിന്ന് നടന്നിരുന്നു. ഇന്നത്തെ പരിശീലന പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അതിലൊന്നും തങ്ങൾ തളർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ MG റോഡിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ഇത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റാണ്, നോർത്ത് ഗേറ്റാണ്. തൊട്ടു പിന്നിലായി മുഖ്യമന്ത്രി ഇരിക്കുന്ന കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് നോക്കിയാൽ ദൂരത്ത് സമരക്കാർ ഇത്ര ദിവസം ഇവിടെ സമരം നടത്തുമ്പോൾ അവരോടൊരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണോ എന്ന് കേൾക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാർ, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോഴും തലസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് 36-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് പ്രധാനപ്പെട്ട റോഡ് MG റോഡ് പൂർണ്ണമായും 2 റോഡുകളും പൂർണ്ണമായും ബ്ലോക്ക് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഗതാഗതം സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്കാണ് ഇന്ന് ആശാ വർക്കർമാർ കടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 2000-ത്തിലധികം വരുന്ന ആശാ വർക്കർമാർ ഇവിടെ എത്തിയിരുന്നു. അവർക്ക് ഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങൾ സംഘടനകൾ ഇവിടെ ഒതുക്കിയെങ്കിൽ പോലും ആ ഭക്ഷണം പോലും കഴിക്കാതെ ഈ ഒരു സമരത്തിന്റെ ഭാഗമാവുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ സമരം 3-ാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച നടത്താനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും വഴിയൊരുക്കാതെ സർക്കാർ നിഷ്ക്രിയത്വം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇതാണ്. 7000 രൂപയിൽ നിന്ന് അവരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക. ഒപ്പം തന്നെ അവർ ജോലി നിർത്തി പോകുമ്പോൾ അവരുടെ സമയപരിധി, അവരുടെ കാലാവധി കഴിഞ്ഞവർ പോകുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു തുക അവരുടെ കൈകളിലേക്ക് എത്തിക്കുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇത് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഇത്തരത്തിൽ സമരത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ഈ റോഡിൽ കാണാം. സെക്രട്ടേറിയറ്റിൽ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിൽ 37 ഡിഗ്രി 38 ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് കാലാവസ്ഥ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഈ ചൂടിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് സമരം ശക്തമാക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. ചേച്ചി, ഇതിപ്പോ 36-ാം ദിവസമാണ്, സമരം തീരുന്നില്ല, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു, എന്താ പറയാനുള്ളത്? ഞങ്ങൾ അവകാശങ്ങൾ എടുക്കുന്നതുവരെ നമ്മൾ സമരം ചെയ്യും. നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സർക്കാർ നിങ്ങളെ എന്തുകൊണ്ടായിരിക്കാം കേൾക്കാത്തത്?
അതറിയില്ല. പിന്നെ അവർ പറഞ്ഞ് ഈ നമ്മളിപ്പം ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഉടനെ അതിനുള്ള നടപടി എടുക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അത് കേന്ദ്ര നിയമനമായതുകൊണ്ട് അവിടുന്ന് തീരുമാനം വരണമെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ സേനയായിട്ട് എടുത്തതെങ്കിലും ഇവിടെ കേരളത്തിനാണല്ലോ ഇത് കൂടുതൽ പ്രയോജനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് നമുക്കത് ഫണ്ട് കണ്ടെത്തി തരേണ്ടത്. ക്ഷീണമുണ്ടോ? ഓ ഉണ്ട്, നല്ല വെയിലല്ലേ. ഈ വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ അമ്മമാരൊക്കെ ഇവിടെ കിടക്കുന്നത്. ഒരു പക്ഷേ പല ഘട്ടങ്ങളിലും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, കൊറോണയുടെ കാലത്ത് നിപ്പയുടെ കാലത്തൊക്കെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ്, ഒന്നാമതാണ് എന്നൊക്കെ ആരോഗ്യ മേഖലയെ കണ്ടുപഠിക്കണം മറ്റ് സംസ്ഥാനങ്ങളെന്നൊക്കെ. ആ സംസ്ഥാനത്ത് ആ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളാണ് നമുക്ക് പിന്നിൽ നിൽക്കുന്നത്. ഇവരുടെയൊക്കെ ശ്രമമായിരുന്നു സംസ്ഥാനം 1ാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. അവരെയാണ് ഇന്ന് സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നത്. അവരെയാണ് ഇന്ന് ഈ പൊരിഞ്ഞ വെയിലത്തിൽ വെള്ളവും ആഹാരവും ഒന്നും കിട്ടാതെ ഇത്രയധികം വലഞ്ഞിവിടെ വന്ന് സമരം ചെയ്യുന്ന, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അടക്കം മുടക്കിക്കൊണ്ട്, അവരുടെ സമരപ്പന്തലടക്കം പൊളിച്ചുകൊണ്ട്, അവരുടെ ജോലിയിൽ നടക്കം പിരിച്ചുവിടുമെന്നുള്ള വാശിയും ഒപ്പം തന്നെ ഭീഷണിയും അടക്കം മുഴക്കിക്കൊണ്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അതിലൊന്നും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളൊരു രീതി തന്നെയാണ് ആശാവർക്കർമാർ സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാവുകയാണ്, നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ചരിത്രം കണ്ട ഏറ്റവും വലിയ സ്ത്രീ ശക്തി സമരമായി സെക്രട്ടേറിയറ്റ് പഠിക്കലെ ഈ ഒരു സമരം അടയാളപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആശാവർക്കർമാരുടെ സമരം ഇന്ന് 36ാം ദിവസം ഈ മണിക്കൂറിലും തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുകയാണ്. 6 മണി വരെ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരെ തടഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധ സമരം. ഈ നോർത്ത് ഗേറ്റ് അടക്കം സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റുകളെല്ലാം ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഉപരോധിച്ചുകൊണ്ട് ഈ ഒരു സമരം ഈ മണിക്കൂറിലും തുടരുകയും ചെയ്യുന്നത്. നിഖിൽ. ശരി ശാലിനി, എന്തായാലും ആശാവർക്കർമാരുടെ അതിജീവന സമരം അത് 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം ആശാവർക്കർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ അവർ നിരാഹാര സമരമിരിക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മരണം വരെ സമരമെന്നും ആശമാർ പറയുന്നുണ്ട്. അതേസമയം സമരക്കാരുടെ പോലീസ് ക്രൂരതയും കാണിച്ചിട്ടുണ്ട്. സമരക്കാരെ ശുചിമുറിയിൽ പോകാൻ പോലും വിടാതെ പോലീസ് തടയുന്ന കാഴ്ചയും കണ്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസും എസ് ശാലിനിയും.